ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രക്ക് പുറത്തിറക്കാൻ അശോക് ലെയ്ലാൻഡ്. 2 വർഷത്തിനുള്ളിൽ ട്രക്കുകൾ നിരത്തിലിറക്കാനാണ് പദ്ധതി. 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രക്ക് അവതരിപ്പിക്കുമെന്ന് അശോക് ലെയ്ലാൻഡിന്റെ ചീഫ് ടെക്നോളജി ഓഫീസർ ഡോക്ടർ എൻ ശരവണൻ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം റിലയൻസ് ഇൻഡസ്ട്രീസും അശോക് ലെയ്ലാൻഡും ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഹെവി ഡ്യൂട്ടി ട്രക്ക് പുറത്തിറക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് പുതിയ നീക്കം. ഹൈഡ്രജൻ ട്രക്കുകളുടെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അശോക് ലെയ്ലാൻഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഷേനു അഗർവാൾ പറഞ്ഞു. അതേസമയം ബില്യൺ ഇലക്ട്രിക് മൊബിലിറ്റിക്ക് 180 ഇലക്ട്രിക് ട്രക്കുകൾ വിതരണം ചെയ്യുന്നതിനായി 150 കോടി രൂപയുടെ കരാർ അശോക് ലെയ്ലാൻഡ് നേടിയിട്ടുണ്ട്. സുസ്ഥിര ഗതാഗത പരിഹാരങ്ങളോടുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയുടെ പ്രധാന ചുവടുവയ്പ്പാണ് ഇത്. ചെന്നൈ, ബംഗളൂരു, ചെന്നൈ, വിജയവാഡ റൂട്ടുകളിലാണ് ഈ ട്രക്കുകൾ സർവീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. ടാറ്റ പ്ലേ ഏറ്റെടുക്കാനുള്ള നീക്കവുമായി എയർടെൽ. മൊബൈൽ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എയർടെൽ ഡിജിറ്റൽ ടിവി മേഖലയിൽ സാന്നിധ്യം ശക്തമാക്കുന്നത്. വിനോദ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ഒഴിവാക്കാനുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ സൂചനയാണിതെന്നാണ് വിലയിരുത്തൽ. ഏതാനും ആഴ്ചകളായി എയർടെല്ലും ടാറ്റ പ്ലേയും തമ്മിലുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ്. ഏറ്റെടുക്കൽ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ DTH സേവനദാതാക്കളായ ടാറ്റ പ്ലേ നഷ്ടത്തിലാണ്. ഉപഭോക്താക്കൾ OTT സ്ട്രീമിംഗ് സേവനങ്ങളിലേക്കും ഫ്രീ ഡിഷ് പോലുള്ള നിരക്ക് കുറഞ്ഞ ഓപ്ഷനുകളിലേക്കും മാറുന്നതിനാൽ DTH വിപണി സമ്മർദ്ദത്തിലാണ്. നിലവിൽ ടാറ്റ സൺസിന് ടാറ്റ പ്ലേയിൽ 70% ഓഹരിയുണ്ട്. ബാക്കി 30% വാൾട്ട് ഡിസ്നിയുടെ കൈവശമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. ഇന്ത്യക്കാരല്ലാത്തവരോടുള്ള വിവേചനത്തിന് കോഗ്നിസന്റിനെതിരെ കേസ്. കമ്പനി അപ്പീൽ നൽകും. ഇന്ത്യക്കാരല്ലാത്തവരോടുള്ള വിവേചനത്തിന് കോഗ്നിസന്റ് ടെക്നോളജീസ് സൊല്യൂഷൻസ് കുറ്റക്കാരാണെന്ന് US ജില്ലാ കോടതി കണ്ടെത്തി. കമ്പനിയുടെ പെരുമാറ്റം ശിക്ഷാർഹമാണ്. വിധിക്കെതിരെ കമ്പനി അപ്പീൽ നൽകും. കോഗ്നിസന്റ് വിധിയിൽ നിരാശരാണ്. ശക്തമായി സ്വയം പ്രതിരോധിക്കാനും ഉചിതമായ സമയത്ത് അപ്പീൽ നൽകാനും പദ്ധതിയുണ്ട്. ഞങ്ങൾ എല്ലാ ജീവനക്കാർക്കും തുല്യ തൊഴിലവസരങ്ങൾ നൽകുകയും എല്ലാ ജീവനക്കാരും മൂല്യമുള്ളവരായി കരുതുകയും ചെയ്യുന്നു. വൈവിധ്യമാർന്നതും ജീവനക്കാരെ ഉൾക്കൊള്ളുന്നതുമായ ജോലിസ്ഥലമാണ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോഗ്നിസന്റ് വിവേചനം അനുവദിക്കില്ല. അത്തരം പരാതികൾ ഗൗരവമായി ഏറ്റെടുക്കുന്നുവെന്നും കമ്പനി വക്താവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. പാഠപുസ്തക വിതരണത്തിന് ആമസോൺ NCERT-യുമായി സഹകരിക്കുന്നു. ഇന്ത്യയിലുടനീളം 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. കിൻഡർഗാർട്ടൻ മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും UPSC ഉദ്യോഗാർത്ഥികൾക്കും പാഠപുസ്തകങ്ങളുടെ ലഭ്യത വിപുലീകരിക്കുന്നതിനായി ആമസോൺ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് മുഖേന ഔപചാരികമാക്കിയ ഈ പങ്കാളിത്തം NCERT പുസ്തകങ്ങൾ ഇന്ത്യയിലെ എല്ലാ സേവനയോഗ്യമായ പിൻകോഡുകളിലുടനീളം പരമാവധി റീറ്റെയിൽ വിലയിൽ ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഈ സഹകരണത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ സേവനയോഗ്യമായ പിൻകോഡുകളിലേക്കും പാഠപുസ്തകങ്ങളുടെ ലഭ്യതയും ഡോർ സ്റ്റെപ്പ് ഡെലിവറിയും ഉറപ്പാക്കുമെന്ന് ആമസോൺ അവകാശപ്പെട്ടു. ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം തടസ്സങ്ങളില്ലാതെ കൂടുതൽ സൗകര്യത്തോടെ തുടരാൻ കഴിയുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. സ്പെക്ട്രത്തിനുള്ള ബാങ്ക് ഗ്യാരണ്ടി ലഘൂകരിക്കാൻ വോഡാഫോൺ ഐഡിയ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പുമായി ചർച്ച നടത്തുന്നു. 2022 മുൻപ് ഏറ്റെടുത്ത സ്പെക്ട്രത്തിന്റെ ബാങ്ക് ഗ്യാരണ്ടി നീക്കണമെന്നാണ് ആവശ്യം. 2022 മുമ്പ് ഏറ്റെടുത്ത സ്പെക്ട്രത്തിന്റെ ബാങ്ക് ഗ്യാരണ്ടി നീക്കം ചെയ്യുന്നതിനായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പുമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് വോഡഫോൺ ഐഡിയ പറഞ്ഞു. ഇളവ് സംബന്ധിച്ച് ഇതുവരെ തീരുമാനത്തിലെത്താത്തതിനാൽ നിയന്ത്രണങ്ങൾ അനുശാസിക്കുന്ന ബാങ്ക് ഗ്യാരണ്ടി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിക്ക് നോട്ടീസ് നൽകിയതിനു പിന്നാലെയാണ് ഈ പ്രസ്താവന. ബാങ്ക് ഗ്യാരണ്ടി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ധനകാര്യ മന്ത്രാലയവുമായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ചർച്ച നടത്തുന്നുണ്ട്. വോഡഫോൺ ഐഡിയ ഈ ബാങ്ക് ഗ്യാരണ്ടികൾ സമർപ്പിക്കണമെന്നാണ് നിലവിലെ നിർദ്ദേശം. സ്പെക്ട്രം ലേല കുടിശ്ശികയുടെ മൊറട്ടോറിയം 2025 സെപ്റ്റംബറിൽ അവസാനിക്കും. ഈ കുടിശ്ശിക സുരക്ഷിതമാക്കാൻ ബാങ്ക് ഗ്യാരണ്ടികൾ 1 വർഷം മുമ്പെങ്കിലും സമർപ്പിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി.